ഗൈസ് ഇന്ന് നമ്മൾ സ്കേറ്റില് ഏറ്റവും ചലഞ്ചസ് ആയിട്ടുള്ള സ്കേറ്റ് ആള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഭയങ്കര ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടില്ലേനോ, ആ സംഭവങ്ങളൊക്കെ ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലേ ലൈക്ക്, അതേപോലെ പുതിയ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, പതിവ് പോലെ തന്നെ സ്കേറ്റ് മാസ്റ്റർ റപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാല് ആരൊക്കെ ഉരുണ്ടൊക്കെ പോണേ. ഇന്ന് നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാലോ, ആരൊക്കെ ഗ്രില്ല് വെച്ചാ എന്തൊക്കെ വെച്ചിക്കടി കള്ളം കളി. നമ്മള് പുകാനും വേണ്ടി ഗ്രില്ലൊക്കെ വെച്ചിക്കണോ അവിടെ, കണ്ടോ ബ്ലഡി ഫൂൾസ്. റപ്പോനെ അറിയില്ല അവനൊന്നും. സോ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മളല്ലോ ഇവിടുത്തെ ഈ ലോക്കൽ സാധനം തന്നെ ശരിയാക്കാൻ പറ്റില്ലല്ലോ. താരടത് വെക്കണത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകാണ്. സോ നമ്മളെ ഫസ്റ്റ് ചലഞ്ച് ചർച്ച് ടവർ. ഇതാണ് ചർച്ച് ടവർ. അവിടെ ഒരു ഏറ്റവും വലിയ, അതായത് ഇതിത്തെ സെക്കൻഡോ ഫസ്റ്റോ അങ്ങനത്തെ ഏതോ സ്കേറ്റ് ഉണ്ട് എന്നാ പറഞ്ഞത്. അതായത് നമുക്ക് ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. സ്കേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിന് എന്താ പറയാ, പാർക്കോറോ എന്താ സംഭവം. അത് മാത്രല്ല ഗൈസ്, ഞാൻ കുറെ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ആ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ചാടുമ്പോ നോർമൽ ചാട്ട് എത്രയും കാലം നമ്മൾ ചാടിയത് ഇതാണ്, കണ്ടോ ഇതാണ്. ഇത് മാത്രല്ല ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പോണ വൈക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പോവാ. ഏട്ടാ മാറി നിന്നോളി. സ്കേറ്റ് കണ്ടോ സ്കേറ്റ് തിരിച്ചതുണ്ട് ഞാന്. ആളിയ ഇനി ഞാൻ പ്രോ പ്ലെയർ. ഇനി ഒന്നും നോക്കല്ല, ഇവിടുന്നൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് ചാടാൻ പറ്റും. ഉടച്ചോനെ എങ്ങനെ ഇപ്പൊ ഞാൻ ചാടിയത്. ഓക്കെ, ഇപ്പോഴാണ് റപ്പായത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ചർച്ച്. നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ ചർച്ചിന്റെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ മേലെന്ന് ചർച്ചിന്റെ ഉള്ളിലേക്ക് വല്ലാണ്. പക്ഷെ ചർച്ചിന്റെ ഉള്ളിൽ നോക്ക്, ചർച്ചല്ലത് അതേപോലത്തെ എന്തോ ആണ്. ഈ ചർച്ചിന്റെ ഉള്ളിൽ തന്നെ ഫുള്ള് പാർക്കോറാണ്. എന്ത് കഷ്ടം. ബാബാ ഞാൻ പഠിച്ചൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ മച്ചാനെ. കണ്ടോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഗൈസ്. എങ്ങനെ ഉണ്ട് സാധനം. ഞാൻ കുറെ സംഭവങ്ങൾ പഠിച്ചു നിങ്ങളില്ലാത്തപ്പോ. ഇത് ഞാൻ പഠിച്ചല്ല, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. കാരണം നമ്മൾ കരുതണം പോലില്ല, ഈ ഗെയിമിൽ കുറെ സംഭവങ്ങൾ പഠിച്ചാനുണ്ട്. ഇതെന്താ അവൻ കാട്ടണ സ്റ്റെപ്പ് ഇറങ്ങിയേ. ഓക്കെ, ഇനി പോട്ടെ. നമുക്ക് ഇനിയും കുറെ സ്കില്ലുകൾ പഠിക്കാനുണ്ട്. അപ്പോ നമ്മളെന്തായാലും ചർച്ചിന്റെ മേലേക്കുള്ള ഒരു ബാൽക്കണി ഉണ്ട്, അതിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞാ ബള പറഞ്ഞു പോകും. അങ്ങനെ നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മച്ചാനെ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഈ സ്ലൈഡ് കണ്ടോ, ഇവിടെ 3 സ്ലൈഡ് ഉണ്ട്. ഈ 3 സ്ലൈഡില് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് കൂടെ ഇങ്ങനെ പോയിട്ട് ആ ജനൽ കണ്ടോ, ആ ചർച്ചിന്റെ അതിന്റെ ഉള്ളിൽ കൂടെ പോണം. അതാണ് ഇതിത്തെ ഒരു ടഫ് ചലഞ്ച് ആയിട്ട് ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടത്. ഗൈസ് പിടിച്ചു തിന്നോളി പോകാൻ പോകണേ. ആരുടെ കടന്നൊക്കെ പോണത് ഇട്ടാ നേരെ വേണോ, അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരെ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ അവിടെ കടന്നു പോണോലൊക്കെ കറക്റ്റ് ആയിട്ട് പോയി അതിന്റെ ഉള്ളിക്ക്. അയ്യോ വൺ മോർ ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ ഞാൻ നേരത്തെ ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തതാ. യോ ബ്രോ അതെങ്ങനെ പോയത്, അമ്മ അളിയാ അതെങ്ങനെ പോയത് അളിയ. ഞാനിപ്പോ എന്താ ചെയ്തത്. ഇതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഈ സാധനം കൊണ്ടുവന്ന് വെക്കണ പോലെ മണ്ടൊക്കെ കുത്തണം. അതായത് ഇതിൽ ചിലവർക്ക് കസ്റ്റമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കണ്ടോ, നമുക്കും വെക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് ശരിക്കും ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായോ? ഇതിപ്പോ എങ്ങനെ ഒഴിവാക്കുക. നമുക്കിത് ഡിസേബിൾ ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കേ, അങ്ങനെ ആയാലും മതിയാ. നേരത്തെ എങ്ങനെ പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് ഫസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ആണ്. ഇത് കൊള്ളട കളി. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് നമ്മൾ കറക്റ്റ് അതിന്റെ നേരെ പോയിട്ട്. അയ്യോ കറക്റ്റ് അല്ലേ. ആടാ കറക്റ്റ് ആണ്. ഇതെത്ര സിമ്പിൾ ആയിനോ. ഇതിത്ര സിമ്പിൾ ആയിരുന്നടാ. ഓക്കെ ഇത് ഇത്ര സിമ്പിൾ ആണെങ്കിൽ ഗൈസ്, രണ്ടാമത്തെ ചലഞ്ച് അത്ര സിമ്പിൾ അല്ല. കാരണം ഇത് കണ്ടെങ്കില് ആ ചെറിയ ഓട്ട കണ്ടോ, ആ ചെറിയ ജനല്, അവിടേക്കാണ് അടുത്തത് നമ്മൾ പോകാൻ പോണത്. വാ സ്കേറ്റ് മാസ്റ്റർ വിക്രം അല്ല റപ്പോ. സിമ്പിൾ ആണ്, നമ്മൾ കരുതണ പോലില്ല. നമ്മൾ വെറുതെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നമ്മൾ സ്പീഡിൽ പോകാം. ജനല് കാണില്ലല്ലോ, ഇങ്ങോട്ടാണല്ലേ. ലെറ്റ്സ് ഗോ. അതാ പോണത്തോടു കൂടെ. ഒരാവശ്യമില്ല. പക്ഷെ അൺലിമിറ്റഡ് ലൈഫ് ആയതുകൊണ്ട് വലിയ സീനുമില്ല. അളിയ ഒരു കാര്യം പറയട്ടെ. ഞാൻ കിട്ടി മാർക്ക് ചെയ്തിട്ടില്ലാന്ന്. ഇപ്പൊ തന്നെ എന്റെ കിളി പോയിന്. ഇല്ല കിട്ടും. അയ്യോ കിട്ടില്ല. കിട്ടും. എടാ ഇത് കറക്റ്റാടാ. ഏതോ ഔട്ടിക്കാണോ കറക്റ്റ്. സ്പൈഡർമാൻ അല്ല. നമ്മൾ എത്ര വിട്ട് തോറ്റാലും നിർത്താൻ പാടില്ല. അതാണ് അതിന്റെ ഒരു ഇത്. മനസ്സിലായില്ലേ? കറക്റ്റ് ആവണേ അമ്മ. എവർ ട്രൈ എവർ ഫെയിൽ.
ലോസ് അഗൈൻ വിൻ അഗൈൻ എന്തൊക്കെ ഇല്ല അങ്ങനെ എന്തോ. എടാ അത് കറക്റ്റ് അല്ലേ കറക്റ്റ് മച്ചാനെ. അതാ ഞാൻ പറഞ്ഞത്. ചത്തു ശവം ഞാൻ ആംബുലൻസിനെ വിളിച്ചാൽ മതി. അതാ മച്ചാനെ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്, ഇന്നത്തെ ചലഞ്ച് മൊത്തം ഞാൻ പൂർത്തിയാക്കും പറഞ്ഞിട്ടില്ലേനോ. സിമ്പിൾ ഡിമ്പിൾ. അതേപോലെ അവിടെ ഒരു ജനലുണ്ടല്ലോ. ആ ജനലിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ഇവിടെ അടുത്തെവിടെയോ ഒരു പാർക്കോർ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ കാട്ടി തന്ന പാർക്കോർ ഉണ്ട് എന്നാണ്. കണ്ടോ, അവിടെ ജനൽ തന്നെ ഉള്ളു, പാർക്കൂർ ഇല്ലടാ. അതൊക്കെ അവിടെ കട്ടെ. ഇനി നമുക്ക് പോണ്ടത് ഒരു ഡിഫറെന്റ് സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റേഡിയം പോലെ സ്ഥലമാണ് ഇവിടേക്ക്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ നോർമൽ സ്ലൈഡ് പോലെയല്ല. അതായത് വെറുതെ സ്ലൈഡ് ചെയ്താൽ മാത്രം പോരാ, ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചലഞ്ചാണ് ആ മേലെ കാണുന്നത്. അത് കണ്ടോ ആ സംഭവം. അവിടേക്കും നമ്മൾ പോയിട്ട് ഇന്ന് ആ ചലഞ്ച് പൂർത്തിയാക്കൂ. ഇന്ന് എല്ലാ ചലഞ്ചും പൂർത്തിയാക്കൂടാ. പിന്നെ പുതിയ അപ്ഡേഷനിൽ ഈ 1v1 അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ സ്ഥലം ഉണ്ടല്ലോ. ഇതൊക്കെ ഏത് സ്ഥലം? ബ്രോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. പള്ളിയാ കിട്ടില്ല സ്ഥലം. ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ മേലേക്ക് പോകാൻ പറ്റുമോ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പോയോക്ക. ഇതിന്റെ ഇനി മേലേക്ക് പോകാൻ പറ്റുമോ? ഇല്ലടാ. ഇതിന്റെ മേലേക്ക് പോകാനല്ലേ ഇനോ. ചമ്മി പോര്. യെസ് ബ്രദർ, എത്തി. ഇതാണ് ആ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന്റെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ, ഈ സ്റ്റേഡിയത്തിന്റെ മേലെയാണ് ഞാൻ പറഞ്ഞ ആ സാധനം ഉള്ളത്. അതായത് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പോകേണ്ട സാധനം ഉള്ളത്. അത് കിടിലാണ്. ഞാൻ ഒരു വട്ടം ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ മേലേക്ക് കേറാനല്ല വഴി എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ബിൽഡിംഗ് കൂടെ പുടിച്ചു കയറണം എന്നാ തോന്നുന്നത്. ബാ കേറിക്കോ. ഓക്കെ കേറ്. ഇതിൽ പിന്നെ കുറെ മിഷൻസ് ഒക്കെ ഉണ്ടാ. അതിനൊക്കെ ചിലത് എലൈറ്റ് പാസ് പോലത്തെ സംഭവങ്ങളൊക്കെ വേണം. എലൈറ്റ് പാസ് ഇല്ല, റോയൽ പാസോ അങ്ങനെ എന്തോ ഒരു പാസ് അങ്ങനത്തെ സാധനമൊക്കെ വേണം. ബ്രോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പക്ഷെ ഇത് മെയിൻ റൈഡ് ഇതല്ല. ഞങ്ങൾ ഇതെന്ത് സിമ്പിൾ സാധനമാണല്ലോ എന്നുള്ളത്. ഇതല്ല ഇതിത്തെ മെയിൻ റൈഡ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ ചങ്ങായി നിൽക്കണോ അവിടെ പോയിട്ട് നിൽക്കണം. ബാ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പറഞ്ഞാല് മാർക്ക് ചെയ്യാ. ഇത് കണ്ടോ, ഇതിൽ കൂടെയാണ് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്യാൻ പോണ മച്ചാനെ. അയ്യോ ഇത് കൂടെ അല്ല, ഞാൻ ഒന്നുകൂടി കാണിച്ചരാ. ഇതിൽ കൂടെയാണ്. പക്ഷെ നമുക്ക് നല്ല കൺട്രോൾ വേണം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇന്ത്യ പോലെ നല്ല കൺട്രോൾ വേണം. അയ്യോ ഇപ്പൊ പോകും തൊടുകൂടെ. ഇല്ല അമ്മ തൊടുകൂടെ പോയി വെച്ചാലേ. വാ വൺ മോർ. അതായത് നമ്മള് ഇതേപോലെ ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് പോകുകയാണെങ്കിൽ സീനില്ല. അത് കറക്റ്റ് ആ സ്ഥലത്തെത്തുമ്പോ നമ്മൾ ചാടുമാണല്ലേ. ചാടിക്കോ. അല്ലോ അമ്മ. ഏതാ മാസ്. ഒന്നും പറ്റില്ലാന്ന് തലടിച്ചിട്ട വീടുന്നത്. എന്നിട്ടൊന്നും പറ്റില്ല. അതാടാ പവറ്. പോളിയോ മരുന്ന് അമ്മ. ഇതിലില്ല കാലും കൈയൊക്കെ ഒടിഞ്ഞ്. ഇതിന്റെ മേലെന്നൊക്കെ ആൾക്കാര് ചാടുന്നുണ്ടല്ലേ. എവിടെ എന്നിട്ട് പോലൊക്കെ അതാ പോണടാ ഒരാള്. ബ്രോ നിലത്തുകാ ചാടിയത്. നേരല്ല പോയത്. വാ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കണം. ഇത് കംപ്ലീറ്റ് ആക്കിയാലേ നമ്മൾ ലെവൽ 2 കംപ്ലീറ്റ് ആക്കുള്ളൂ. ലെറ്റ്സ് ഗോ. ഇത്ര നേരം നമ്മൾ ചത്തക്കല്ലേനോ. ഇതില് നമ്മൾ ചാകൂലടാ. അമ്മ ഇടക്കൊക്കെ ചാകും, വലിയ സീനൊന്നുമില്ല. ഇല്ലടാ, നമുക്ക് ഈ ഭാഗത്തു കൂടെ പോയോക്കാം. നമ്മൾ ഇത്ര നേരം മറ്റേ ഭാഗത്തു കൂടെ അല്ലേ പോയത്. ഈ ഭാഗത്തു കൂടെ വലിയ സീനില്ലാന്ന് തോന്നുന്നു. ഇടക്കൊക്കെ ഇങ്ങനെ പോകും, പക്ഷെ അത് എപ്പോഴും സീനാക്കി വെക്കരുത്. മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ട് പോ. അയ്യോ ബ്രോ കുഴപ്പമില്ല ബ്രോ അമ്മ. ഒളിയോ തല്ല പൊട്ടി വച്ചനെ. അത് കണ്ടോ ഗൈസ്? ഇതിൽ ഞാൻ എന്തായാലും ഇത് വട്ടം കറങ്ങി അപ്പുറത്തേക്ക് എത്തിക്കും. അതായത് ഇത് മാത്രമല്ല, ഇത് ഒരു വട്ടെങ്കിലും ഞാൻ വട്ടം കറങ്ങി എത്തിക്കും. ഞാൻ അങ്ങനെ ചാടിക്കോ. ബ്രോ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവിടുന്ന് ചാടാൻ പാടില്ലേനോ. എന്നെയും കൊണ്ട് കയ്യൂലാന്നോ? എന്നെയും കൊണ്ടേ കയ്യുള്ളൂ. പിന്നെ വേറെ ആരെയും കൊണ്ടാ കയ്യാ. അയ്യോ എടാ ഇവിടുന്ന് തന്നെ. അയ്യോ ഇതാരാ? ആരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നേ. ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ ഗൈസ്. എത്തിയടാ നമ്മള് അപ്പുറത്ത്. കറങ്ങി വച്ചാനെ. ഇനി പേടിക്കേണ്ട ആവശ്യം. അപ്പുറത്തേക്ക് എത്തി വച്ചാനെ. നമ്മള് നേരത്തെ ഇപ്പുറത്താ വന്നത്. ഇത് കണ്ടോ? എന്നാലും കുറച്ചുകൂടി സ്പീഡ് കൂട്ടിക്കണമെങ്കിൽ ഇപ്പുറത്ത് കണ്ടെത്തിയില്ലേ. വാ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാല് നമ്മളിത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി എന്നാണ് അർത്ഥം. ഇത് നിങ്ങൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും വേണ്ടി. വാടാ ലൈക്ക് ചെയ്യടാ. കണ്ടോ, സിമ്പിൾ ഡിമ്പിൾ. സിമ്പിൾ ആയിട്ടാ പോണത്. ഇത് നോക്ക്, സ്മൂത്ത് ആയിട്ട്. എന്റെ മോനെ കിട്ടിയടാ മച്ചാനെ. ലെറ്റ്സ് ഗോ ബ്രോ. ബ്രോ എത്ര സിമ്പിൾ ആയിട്ട്. ആരാ വന്ദേ മാതരം. എണീറ്റ് വാടാ.
ഗൈസ് ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു സംഭവം ചെയ്തിട്ടില്ലേനോ, ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവിടുന്ന് നമുക്ക് ഒരു ജമ്പ് ചെയ്യണം മച്ചാനെ. കഴിഞ്ഞതിൽ നമ്മൾ തോറ്റു പോന്നൊക്കെയാണ്, ഇതിൽ നമ്മൾ തോക്കാൻ പാടില്ല. പിന്നുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറെ സ്കില്ലാണ് അൺലോക്ക് ആക്കണമെങ്കിൽ നമ്മൾ കുറെ മിഷൻസ് ചെയ്യണം. നമ്മളിവിടെ പാർട്ട് ടൈം ആയിട്ടുള്ള മിഷൻസ് ഇല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുള്ളത്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് പുതിയ സ്കില്ലുകളൊക്കെ കിട്ടുക. ഇപ്പൊ ഞാൻ ഇതുണ്ടോ ഈ സ്കില്ലുകളൊക്കെ കിട്ടിയില്ലേ, ഇതൊക്കെ അങ്ങനെ കിട്ടിയതാ. ഇതിപ്പോ എങ്ങനെ കിട്ടിയത് പഠിച്ചോനെ? എന്നേലും ആവട്ടെ, ഇതിന്റെ മേലെയാണ് ആ സ്ഥലമല്ലത്. ബാ ഓ ഇതിന്റെ മേലെ കൂടി നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ബാ നോക്കി നോക്കിയാലോ. ഇവിടേക്ക് വേറെ ആരോ കൊണ്ടുവന്ന് വെച്ചതാ. അയ്യോ എങ്ങട്ടാണോ പോണത്? സ്ലൈഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഒന്നുമില്ലല്ലോ പോണത്. ഇവിടെ തന്നെ ഇവിടെയാണ് നമുക്ക് മേലേക്ക് കയറേണ്ടത്. ബാ ഇതായിരുന്നു ഏറ്റവും ഞാൻ ചെയ്തിൽ ഏറ്റവും റിസ്ക് ഉള്ള സ്കേറ്റ്. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഈ ഹൈറ്റ് തന്നെ ഭയങ്കര ഹൈറ്റുമാണ്. അതേപോലെ തന്നെ ഒരു ബിൽഡിംഗ് വന്ന് രണ്ടാമത്തെ ബിൽഡിംഗ് ഒക്കെ ചാടലാണ് ഇതിന്റെ സ്കേറ്റ്. ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടേനു ഇതില് എന്താപ്പോ ഈ സ്കേറ്റ് ബോർഡിന്റെ പാർട്ട് 3 ഇടാനും വേണ്ടി. നിങ്ങൾക്കൊക്കെ ഈ ഗെയിം ഭയങ്കര ഇഷ്ടമായിക്കണല്ലോ, എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഞാൻ അതേപോലെ മേലേക്ക് എത്തുകയും ചെയ്തു. ബ്രോ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ബ്രോ. സോ ഞാൻ പറഞ്ഞ സ്കേറ്റ് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നമ്മൾ നേരെ ആദ്യം ഇങ്ങോട്ട് ചാടണം. കണ്ടോ, ഇങ്ങോട്ട് ചാടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ബിൽഡിംഗ് വന്ന് നീല ബിൽഡിംഗ് കൂടെ പോയിട്ട് കണ്ടോ അവിടേക്കാണ് എത്തേണ്ടത്. പക്ഷെ നമ്മൾ പോണത് അയ്യോ മറന്നുപോയടാ, നമ്മൾ മാർക്ക് ചെയ്തില്ല. അയ്യോ ഒരാവശ്യമില്ലേനു, നമ്മൾ മാർക്ക് ചെയ്തില്ലടാ. മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്യൂ എന്താന്ന് വെച്ചാല് റിട്ടേൺ ആകാൻ പറ്റുമോ പ്രീവിയസ് സ്പോട്ട്? പാളി. അയ്യോ നമ്മൾ ഇനി ആ ബിൽഡിംഗ് കയറണം. എന്താ അവസ്ഥ? അതാടാ പറഞ്ഞത്, മറക്കരുത്, ഒരിക്കലും നമ്മൾ മറക്കരുത് ഒരു തേങ്ങക്കും. ഓക്കെ വീണ്ടും എത്തിയിട്ടുണ്ട്. മാർക്ക് ചെയ്തു ഇനി ഒന്നും നോക്കണ്ട. ഓക്കെ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ മറക്കൂല. ഇനി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാന്നുള്ളത്. നമ്മളിപ്പോ കുറെ പഠിച്ചോണ്ട് നമുക്കിത് സിമ്പിൾ ആയിട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുറെ സ്കില്ലുകൾ പഠിച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടുന്ന് സ്പീഡ് കൂട്ടാൻ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കണ്ടോ ചാടാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് സ്ഥലത്തേക്ക് ചാടാൻ പഠിച്ചിട്ടില്ല. അതെടുത്തി പഠിച്ചാ അല്ലോ ബ്ലാക്ക്. പിന്നെ നമ്മളേറ്റ പോകല്ലേ. മച്ചാനെ ഓടിക്കോ. കണ്ടോ സിമ്പിൾ. തലമുട്ടിയടോ. ഇല്ലടാ എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യം ഇവിടുന്ന് നേരെ ചാടണം, താഴത്തേക്ക് ചാടണം. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ താഴത്തേക്ക് ചാടുക. കണ്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ചാടുന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മളോട് പൊന്തി കഴിഞ്ഞാ ബ്രോ ഇതാ ഞാൻ പറഞ്ഞത്. ഇതിനെക്കൊണ്ട് കഴിയാത്തതായിട്ടുള്ള റോളോ ഒന്നും ഇല്ലാതുള്ളത്. ഓളിയോ 10 എത്ര റേറ്റിംഗ് കൊടുക്കണ്ട് ഈ ചാട്ടത്തിന്? ബ്രോ കിടിലോസ്കി സാധനം, എന്തിനൊക്കെ പറയാ. ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യം ഇതിന്റെ മേലക്കൊന്ന് പോകാൻ പറ്റുമോ നോക്ക്. അയ്യോ ചാടി. നിങ്ങൾ പറയും അത് ലെക്കാണെന്നുള്ളത്. ലെക്കൊന്നല്ല, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫുള്ള് സ്കില്ല് അല്ലാതെ ഒന്നുമില്ല മച്ചാണ്. കണ്ടില്ലേ ചമ്മി പോയല്ലോ, ഭയങ്കരമായിട്ട് തൊള്ളയൊക്കെ ഇട്ടിട്ട്. ബാ പിന്നെ മോനെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സമ്മതിച്ചേരൂലടാ ഞാൻ. ലെറ്റ്സ് ഗോ ബ്രോ. ഇപ്പുറത്തേക്ക് എത്തിട്ടോ, ഞാൻ ഇപ്പുറത്തേക്ക് എത്തി. സ്കേറ്റ് ബോർഡ് ഇല്ലെങ്കിലും ഞാൻ അപ്പുറത്തേക്ക് എത്തി. മതിയില്ലേ, അതൊക്കെ സ്കില്ലിന്റെ വിഷയാടാ. അത്ര ഉള്ളു വെച്ചാനേ, സിമ്പിൾ. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മേലേക്ക് പോണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ചാടണം. അത് കണ്ടോ ആ സ്ഥലത്തേക്കാണ് ചാടേണ്ടത്, ഇങ്ങോട്ടല്ലേനോ അപ്പുറത്തേക്കായിരുന്നു ചാടേണ്ടത്. കുഴപ്പമില്ല. കണ്ട ഗൈസ്, അങ്ങനെ ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ളതും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്തായിട്ട് ഒരു ക്രെയിൻ ഉള്ള സംഭവം ഉണ്ട്. ഞാൻ നേരത്തെ പോയപ്പോ കണ്ടീനോ. ഓക്കേ ഫൈനലി മച്ചാനെ എത്ര നേരം കഴിഞ്ഞിട്ടൊക്കെ എത്തിയതെന്ന് അറിയോ. സോ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ടവർ എന്ന് തോന്നുന്നത്. കണ്ടോ ഇവിടുത്തെ സ്ഥലങ്ങൾ പോലും ശരിക്കും കാണില്ല. ഓ ബ്രോ ഇതന്നെയാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത്. സോ നമുക്ക് ഇവിടുന്ന് ഒരു റൈഡും കൂടി ഒന്ന് ചെയ്തു നോക്കാം. എന്താ ആകണമെന്ന് എനിക്കറിയില്ല. ആക്കണേ ഇവൻ നൊരിയും പതിയും വന്ന മാതിരിയാണ്. എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഇതിന് പോലെ ഇത് ക്രെയിനിന്റെ മേലെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് അയ്യോ പാളി. ലെറ്റ്സ് ഗോ ബ്രോ. എന്താ ആകണമെന്നൊന്നും അറിയാൻ പറ്റൂല. ഓ നമ്മൾ അടുത്ത ബിൽഡിംഗ് എത്തുവോ എനിക്കറിയില്ല. ഓ ഇങ്ങോട്ട് എത്തുവോ?
അറിയില്ല. അയ്യോ എടാ ഇവിടെ പാർക്കില്ലടാ അമ്മച്ചി. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറുതേക്കണം, അതായത് കുറച്ച് നേരത്തിലുള്ള വീഡിയോ ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.